തിരുവനന്തപുരം ആറ്റിപ്രയിലെ കോർപ്പറേഷന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഇന്ന് വലിയ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും പ്ലാസ്റ്റിക് മുഴുവനായും കത്തി ദുർഗന്ധം പരന്നതോടെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തുവന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഫിഷ് മാർക്കറ്റ് കൂടി ഉൾപ്പെട്ട കെട്ടിടത്തിൽ മാലിന്യം സംഭരിക്കുന്നത് അശാസ്ത്രീയമായാണ് എന്നാണ് ഉയരുന്ന പരാതി. ആറ്റിപ്ര സോണൽ ഓഫീസിന് പുറകിലുള്ള കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ കേന്ദ്രം തീപിടിക്കുന്നത് ഇന്ന് പുലർച്ചെ. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണയ്ക്കുന്നു. ഹരിതകർമ്മസേന പ്രദേശത്തെ 2 വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചെങ്കിലും കിലോമീറ്റർ അപ്പുറത്ത് വരെ പ്ലാസ്റ്റിക് കത്തിയ ദുർഗന്ധം പരന്നു. പ്രകൂനിയുടെ അടുത്തുനിന്നാണല്ലേ ഇതിൽ നിന്നുണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിറക് ഇവിടെ കൊണ്ടിട്ടിട്ട് വർഷങ്ങളായി. ഇതൊന്നും മാറ്റാറില്ല. ഈ പരിസരവാസികൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 8 മണിയോടുകൂടി ആയിട്ടാണ് തീ പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രണമതിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 മണിക്കൂറോളം പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും കെടുത്തിയത്. അതേസമയം കെട്ടിടത്തിൽ മാലിന്യം സംഭരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിലെന്നും ആരോപണമുണ്ട്. സംഭരണ കേന്ദ്രം ഇതൊരു അശാസ്ത്രീയമായ സംഭരണ കേന്ദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 വാർഡിൽ നിന്നും മേളിലാണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യണത്. ഇത് അതാത് വാർഡുകളിൽ ഏതെങ്കിലും സ്ഥലം, ഇവിടെ പൊതു സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, ആ പ്രദേശങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ജോലിക്കാർക്ക് കൂടി വലിയ സുരക്ഷയാണ്. കെട്ടിടത്തിന് തീയിട്ടതാകാമെന്ന സംശയവും നിലനിൽക്കുന്നു. എന്നാൽ അട്ടിമറി സാധ്യത പരിശോധിക്കണമെങ്കിൽ സ്ഥാപിച്ച CCTV പ്രവർത്തിക്കുന്നില്ല. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമില്ല. എങ്ങനെയാണ് ഇതിന് കത്തിയതെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല. ഇതിനകത്ത് ഇലക്ട്രിക് കണക്ഷനൊന്നുമില്ല, അങ്ങനെ ഇല്ല. പിന്നെ വേറെ കത്തത്തക്ക നിലയിലുള്ളൊരു സാഹചര്യം ഇതിനകത്തില്ല. പ്രദേശത്തെ മത്സ്യ മാർക്കറ്റും പ്രവർത്തിക്കുന്നത് ഇതേ കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ്. തീപിടിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ മുൻപത്തേക്കാൾ പ്രതിസന്ധിയിലായി. അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ മാർക്കറ്റ് എന്നത് ഇവിടെയുള്ളവരുടെ വർഷങ്ങൾക്ക് മുന്നേയുള്ള ആവശ്യമാണ്. വേസ്റ്റ് ഇടുന്ന കാരണം ആൾക്കാർ കുറവാണ് ഈ കടയ്ക്കകത്ത് കയറുന്നത്. സ്മെല്ല് അടിക്കുന്നെന്നും പറഞ്ഞ്, നാറ്റങ്ങൾ അടിക്കുന്നെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തോട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞിട്ടാണ് ഇത് കയറ്റുന്ന മുകളിലോട്ട്. അങ്ങനെ ഇവിടെ കച്ചവടമൊന്നും ഇല്ല മോള. പിന്നെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം ഇല്ല. ഓരോരുത്തടുത്ത് സ്ഥല സൗകര്യമുള്ള സ്ഥലമായിട്ട് കൂടി കോർപ്പറേഷന് മാർക്കറ്റിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. തീപിടുത്തത്തിന് പിറകിൽ ഒരു അട്ടിമറി സാധ്യത ഇവിടെയുള്ളവർ സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേഷന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചേക്കാവുന്ന ഈ മാർക്കറ്റിന്റെ ഗതികേടും ഇവിടെയുള്ളവർ പരാതിയായി പറയുന്നു. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.